ശ്രീ കെ ഫ്രാൻസിസ് ജോർജ്. മുതിർന്ന കേരള കോൺഗ്രസ് നേതാവും കോട്ടയം എംപിയുമാണ് ശ്രീ കെ ഫ്രാൻസിസ് ജോർജ്. കേരള കോൺഗ്രസ് സ്ഥാപക നേതാവായിരുന്ന കെ എം ജോർജിന്റെ മകനാണ്. 1999, 2004 വർഷങ്ങളിൽ ഇടുക്കിയിൽ നിന്ന് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. നിലവിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാനായ ശ്രീ കെ ഫ്രാൻസിസ് ജോർജ് എംപിക്ക് ബ്രില്യന്റിന്റെ മെഡിക്കൽ വിക്ടറി ഡേയിലേക്ക് സ്വാഗതം. ബ്രില്യന്റ് ഇന്ന് മെഡിക്കൽ വിക്ടറി ഡേ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഞാൻ ആദ്യമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥിനികളെയും, ബ്രില്യന്റിൽ പരിശീലനം നേടി പ്രശസ്തമായ വിജയം നേടിയ വിദ്യാർത്ഥിനികളെയും അതുപോലെ അവരുടെ മാതാപിതാക്കളെയും വളരെ ഹാർദവമായിട്ട് അനുമോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പ്രത്യേകിച്ച് മെഡിക്കൽ എൻട്രൻസിൽ അഖിലേന്ത്യാ തലത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ പ്രിയപ്പെട്ട ശ്രീനാഥ് ഷർമിൽ ഈ കുട്ടിയെ പ്രത്യേകമായിട്ട് അനുമോദിക്കാൻ ആഗ്രഹിക്കുന്നു. 720-ൽ 720 മാർക്കും വാങ്ങി വലിയ പ്രശസ്തമായ വിജയം കരസ്ഥമാക്കിയ ശ്രീനാഥിനെയും അതുപോലെ തന്നെ മറ്റ് റാങ്ക് ജേതാക്കളെല്ലാവരെയും വളരെ ഹാർദവമായിട്ട് അനുമോദിക്കുകയാണ്. ബ്രില്യൻ്റെ ഒരു അസാധാരണമായിട്ടുള്ള എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനമാണ്. എനിക്കേറെ സന്തോഷം പകരുന്നത്, അഭിമാനം പകരുന്നത്, ഞാൻ പ്രതിദാനം ചെയ്യുന്ന കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനം ഒരുപക്ഷെ രാജ്യത്തെയല്ല, ഏഷ്യയിലെയല്ല, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പരിശീലന കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. എവിടെ ചെന്നാലും അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിൽ അഖിലേന്ത്യാ തലത്തിൽ നടത്തുന്ന പ്രവേശന പരീക്ഷകളിൽ ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കാൻ കഴിയുന്ന തലത്തിൽ ഏറ്റവും മികവോട് കൂടിയിട്ടുള്ള പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനം. അത് നമ്മെല്ലാം സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കേറെ അഭിമാനകരമാണ്. നമ്മളുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇതുപോലുള്ള പരിശീലനം കൊടുക്കേണ്ട സ്ഥാപനങ്ങൾ, മികവുള്ള സ്ഥാപനങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ്. കാരണം ഈ പരീക്ഷകളെന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ശ്രദ്ധയോടെ കരുതലോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നീറ്റിൻ്റെയൊക്കെ കാര്യം നിങ്ങൾക്കറിയാം. പാർലമെൻറ്റിലൊക്കെ ഞങ്ങളത് വളരെ വിശദമായി ചർച്ച ചെയ്യാനുള്ള അവസരം വന്നില്ല എങ്കിലും അതിൻ്റെ പേരിൽ വളരെ ശക്തമായ പ്രതിഷേധം, നീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച വേണമെന്നും ഭാവിയിൽ ഇങ്ങനെയുള്ള പരാതികൾ കിടകൊടുക്കാത്ത രീതിയിൽ ഈ പരീക്ഷ നടത്താനുള്ള സംവിധാനം സർക്കാർ ഒരുക്കണമെന്നൊക്കെയുള്ള ശക്തമായ ആവശ്യം ഉന്നയിക്കുകയുണ്ടായി. അപ്പം അങ്ങനെയുള്ള പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നാണ് ഈ അവസരത്തിൽ പ്രത്യേകമായി പറയാനുള്ളത്. എന്താണെങ്കിലും ഇവിടെ നമുക്ക് വലിയ നേട്ടങ്ങളാണ് എല്ലാ രംഗത്തും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അഖിലേന്ത്യാ തലത്തിൽ ആദ്യത്തെ 1000 റാങ്കുകളിൽ 70 പേരാണ് ബ്രില്യന്റിൽ പഠിച്ച് ഈ പരീക്ഷ എഴുതി പാസ്സായവർ. അതുപോലെ തന്നെ മറ്റ് പരീക്ഷകളിൽ ഒക്കെ മികച്ച വിജയം കരസ്ഥമാക്കാൻ ബ്രില്യന്റിൽ പരിശീലനം കിട്ടിയ കുട്ടികൾക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ശ്രദ്ധയോടുകൂടിയാണ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുമൊക്കെ ഈ കുട്ടികളുടെ കാര്യത്തിൽ, ഈ പരിശീലന കാര്യത്തിൽ അത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇത് കാണിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാവി തലമുറയുടെ മുന്നോട്ടുള്ള പോക്കിൽ അവർ തിരഞ്ഞെടുക്കുന്ന മേഖലയിൽ മികവോടുകൂടി പ്രവർത്തിക്കാൻ, ഈ പരീക്ഷ പാസ്സാവുക എന്നുള്ളത് മാത്രമല്ല, ഇത് കഴിഞ്ഞങ്ങോട്ട് അവർ ഈ തിരഞ്ഞെടുക്കുന്ന മേഖലയിൽ മികവോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു പ്രാഥമിക പരിശീലനം കൂടിയാണ് അവർക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകം ശ്രദ്ധിച്ച് വലിയ പ്രോത്സാഹനം നൽകുന്ന, എല്ലാ കാര്യങ്ങളിലും വലിയ പ്രോത്സാഹനം നൽകുന്നു. ഇപ്പോൾ 1ാം റാങ്ക് നേടിയ കുട്ടിക്ക് കൊടുക്കുന്ന സമ്മാനം, പാരിതോഷികം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് തന്നെ അപൂർവമാണ് അത്ര വലിയ ഒരു അംഗീകാരം കൊടുക്കുക എന്നുള്ളത്. എല്ലാവരെയും അംഗീകരിക്കുന്നു, അതോടൊപ്പം തന്നെ മറ്റെല്ലാവർക്കും. അതുപോലെ തന്നെ സാമൂഹ്യ സേവന രംഗത്തെല്ലാം ശ്രദ്ധിക്കുന്നു. ഈ 4 പേരുടെ ഈ ഐക്യം എന്ന് പറയുന്നത് തന്നെ വളരെ അഭൂതപൂർവമായിട്ടുള്ളൊരു മാതൃകയാണ്. നമ്മളിങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഒരുമിച്ച് നിന്ന് അത് അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പലപ്പോഴും കഴിയാത്ത സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഈ 4 അധ്യാപകരും അവരെ തിരഞ്ഞെടുത്ത ഈ മേഖലയിൽ ഒരേ മനസ്സോടുകൂടി ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒരുമിച്ച് നിന്ന്
മികവോടുകൂടി അങ്ങേയറ്റം അർപ്പണബോധത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ സ്ഥാപനം ഇതുപോലെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ തന്നെ പല ശാഖകൾ, വിദേശ രാജ്യങ്ങളിൽ ശാഖകൾ, അങ്ങനെയെല്ലാം വളർന്ന് പന്തലിച്ച് ഇന്ന് നമ്മുടെ നാടിനും ജനങ്ങൾക്കും കേരളത്തിനും എല്ലാം അഭിമാനം പകരുന്ന വലിയൊരു പ്രസ്ഥാനമായി ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ മാറിയിരിക്കുന്നു. അതിന് പ്രത്യേകമായി ജോർജ് സാറിനെയും സ്റ്റീഫൻ സാറിനെയും അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ സാറിനെയും സന്തോഷ് സാറിനെയും ഈ 4 പേരെയും പ്രത്യേകമായിട്ട് അനുമോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവർ കാണിച്ചു തരുന്ന ഈ വലിയ മാതൃക അത് ഈ സ്ഥാപനത്തിൽ പഠിച്ചു പോകുന്ന കുട്ടികൾക്കുമൊക്കെ പകർത്താവുന്നതാണ്, എല്ലാവർക്കും പകർത്താവുന്നതാണ്. പ്രത്യേകിച്ച് ഇവിടെ പരിശീലനം കിട്ടിയ കുട്ടികൾ ഒരുപക്ഷെ നിങ്ങളിനി ഇതുപോലെ നിങ്ങൾ തിരഞ്ഞെടുത്ത മേഖലയിൽ സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് പകർത്താവുന്ന ഏറ്റവും മഹനീയമായിട്ടുള്ളൊരു മാതൃകയാണ് ഇവരെ കാണിച്ചു തന്നിട്ടുള്ളത് എന്നുകൂടി സാന്ദർഭികമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ അവസരത്തിൽ ഈ പരീക്ഷയിൽ മെഡിക്കൽ എൻട്രൻസ് ടെസ്റ്റിൽ ഇവിടെ പഠിച്ച് മികവോടെ പാസ്സായ എല്ലാവരെയും, പ്രത്യേകിച്ച് റാങ്ക് ജേതാക്കളായിട്ടുള്ളവരെ പ്രത്യേകിച്ചും അനുമോദിച്ചുകൊണ്ട് ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകർക്കൊക്കെ ഈ സ്ഥാപനം നൽകുന്ന സേവനം കൂടി അല്ലെങ്കിൽ പ്രോത്സാഹനം കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും വളരെ നന്ദിയോടുകൂടി ഞാൻ സ്മരിക്കുന്നു. വ്യക്തിപരമായി ഞാൻ നേരത്തെ പറഞ്ഞു, കോട്ടയം പാർലമെൻറ്റ് മെമ്പർ എന്നുള്ള നിലയിൽ വലിയ സന്തോഷവും അഭിമാനവുമാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്കുള്ളത്. ഞാൻ പ്രതിദാനം ചെയ്യുന്ന പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇതുപോലെ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ്, മികവിൻ്റെ ഒരു കേന്ദ്രം പ്രവർത്തിക്കുന്നു എന്നുള്ളത് എവിടെ ചെന്നാലും എടുത്തു പറയാൻ കഴിയുന്ന, സന്തോഷത്തോടെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും അനുമോദനങ്ങൾ നേർന്നുകൊണ്ട് പ്രത്യേകമായി നേതൃത്വം കൊടുക്കുന്ന ഈ 4 പേരെയും വളരെ ഹാർദവുമായിട്ട് അനുമോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഭാരതം ജയിക്കട്ടെ. 2025 വിക്ടറി ഡേ ഞങ്ങളുടേതായിരിക്കണമെന്ന് തീരുമാനിച്ചുറച്ച് അതിനുവേണ്ടി കഠിന പരിശ്രമം ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, ഇപ്പോൾ ഞങ്ങളുടെ ഇൻ്റഗ്രേറ്റഡ് ബാച്ചുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളുടെ +1 സ്കോളർഷിപ്പ് വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യമായി ചാക്കോച്ചി കെ ലൈജു, ഫസ്റ്റ് റാങ്ക് ഫോർ ദ IIT AIMS scholarship program, and he is awarded with a scholarship of 4 lakh rupees. Kalyani Krishna, rank 2, she is going to be awarded with a scholarship of 2 lakh rupees. Kalyani Krishna. Nandita S. Nair, rank 3, ലഭിച്ചിരിക്കുന്നു 1.6 lakh സ്കോളർഷിപ്പ്. നന്ദിത എസ് നായർ, റാങ്ക് 3, നന്ദിതയ്ക്ക് ലഭിക്കുന്നത് 1.6 lakhs സ്കോളർഷിപ്പാണ്. ഋഷികേഷ് ആർ ഷെനോയ് ലഭിച്ചിരിക്കുന്ന റാങ്ക് 4, and he is going to be awarded with a scholarship of 1.2 lakhs. ഋഷികേഷ് ആർ ഷെനോയ്. വൈശാഖ് KG, he is secured with the 5th rank, ലഭിക്കുന്നത് 1.2 lakh scholarship. വൈശാഖ് KG. അടുത്തതായി നീറ്റ് 2024 സ്കോറുകളാണ് അനൗൺസ് ചെയ്യുന്നത്. ആദ്യമായി ജോയ്ബിൻ AJ. ജോയ്ബിൻ AJ, വയനാട് സ്വദേശി ജോയ്ബിൻ AJ ബിസിനസ്മാനായ ജിയോ AP-യുടെയും ഗവൺമെന്റ് ജീവനക്കാരിയായ ജോളി ദേവസിയുടെയും മകനാണ്. 710 മാർക്കോടെ 2024 നീറ്റ് പരീക്ഷയിൽ ഓൾ ഇന്ത്യ റാങ്ക് 200 സാധ്യമാക്കിയ ജോയ്ബിനെ 1 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മെമന്റോയും നൽകി ആദരിക്കുന്നു. അടുത്തതായി വിസ്മയ കെ മധു, ലഭിച്ചിരിക്കുന്നത് 705 എന്ന നീറ്റ് സ്കോർ ആണ്. ആൻഡ് വിസ്മയുടെ റാങ്ക് 522. വിസ്മയയ്ക്ക് ലഭിക്കുന്നു 25,000 രൂപയുടെ സ്കോളർഷിപ്പ്, ഗോൾഡ് മെഡൽ ആൻഡ് മെമെന്റോ. വിസ്മയ കെ മധു. അടുത്തതായി അയാൻ മുഹമ്മദ് ഫാറൂഖ് VP, ലഭിച്ചിരിക്കുന്നത് 705 മാർക്കാണ്. And he is secured with 655th rank.
അയാന് ലഭിക്കുന്നു 10,000 രൂപയുടെ സ്കോളർഷിപ്പ്, ഗോൾഡ് മെഡൽ ആൻഡ് മെമെന്റോ. അയാൻ മുഹമ്മദ് ഫാറൂഖ്. അശ്വിൻ ബി ലഭിക്കുന്നു 10,000 രൂപയുടെ സ്കോളർഷിപ്പ്, ഗോൾഡ് മെഡൽ ആൻഡ് മെമെന്റോ. അശ്വിൻ സ്കോർ ചെയ്തിരിക്കുന്ന സ്കോർ എന്ന് പറയുന്നത് 705 ആൻഡ് അശ്വിൻ്റെ നീറ്റ് റാങ്ക് ഇസ് 851. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.